ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡോഗ്സ് എയർ ഡ്രോപ്പിന് ശേഷം ഡോഗ്സ് എയർ ഡ്രോപ്പ് കിട്ടിയ ആളുകളും അതുപോലെ തന്നെ മിസ്സാക്കിയ ആളുകളും നെക്സ്റ്റ് ഡോഗ്സ് ഏതാണെന്ന് അന്വേഷിച്ച് നടക്കുന്ന തിരക്കിലാണ്. അപ്പം ഇന്ന് നമുക്ക് ഡോഗ്സ് പോലെ തന്നെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. സെയിം ടെലഗ്രാം ത്രൂ ആണ് നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡോഗ്സ് എയർ ഡ്രോപ്പ് പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളത്. അപ്പം നമ്മളിന്ന് ഫാം ചെയ്യാനായിട്ട് പോകുന്ന പ്രൊജക്റ്റിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് കിക്ക് ഫാൻസ് എന്നാണ്. ബേസിക്കലി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു Web3 ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് നേരെ വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ ഇത്രയധികം ഇമ്പോർട്ടൻസോട് കൂടി ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ബൈനാൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ടൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ബൈനാൻസ് ഒഫീഷ്യലി ഈ ഒരു പ്രൊജക്റ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരുടെ എയർ ഡ്രോപ്പിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. BNB ചെയിൻ്റെ ഒഫീഷ്യൽ ട്വിറ്ററിലൂടെയാണ് ഇവർ ഇത് പുറത്തുവിട്ടിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഇവിടെ 4 പ്രൊജക്റ്റുകളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. അതിൽ 3ാമത്തെ പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ ഫാം ചെയ്യാനായിട്ട് പോകുന്ന സൈഡ് കിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. അപ്പം ഈ ഒരു പ്രൊജക്റ്റ് ഫാം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിലും ഇട്ടേക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ നേരെ ടെലഗ്രാം ബോട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതായിരിക്കും. ബോട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. അതിനുശേഷം ടാപ്പ് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം കുറേ അധികം ആളുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയധികം ലോഡ് ഉണ്ട് ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ. എനിക്ക് തന്നെ ഏകദേശം ഒരു 10-20 മിനിറ്റ് അടുപ്പിച്ച് ട്രൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു ഡെമോ കാണിക്കാനെങ്കിലും എനിക്ക് ബോട്ട് ഓപ്പൺ ആയത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോൾ ഇത് റെഡിയാവുമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ മിസ്സാക്കാതെ ഇത് എന്തായാലും ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ ടാപ്പ് ടു സ്റ്റാർട്ട് കൊടുക്കുകയാണ്. അപ്പം ഇവർ നമ്മുടെ ടെലഗ്രാമിൻ്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യും. നമ്മുടെ അക്കൗണ്ട് എത്രത്തോളം ഏജ് ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്കിവിടെ കുറച്ച് ഡയമണ്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവർ തരാനായിട്ട് പോകുന്നത്. കുറച്ചൊരു ലോഡിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിവിടെ വെൽക്കം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ടെലഗ്രാം ഇവിടെ 3 ഇയർ ആയിട്ടുണ്ട്. 3 ഇയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് 15,000 ഡയമണ്ട്സ് ആണ് ഇവരിവിടെ തന്നിട്ടുള്ളത്. നമുക്കിവിടെ ഈ ഒരു ഡയമണ്ട്സ് ആയിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ എയർ ഡ്രോപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതിൽ കുറച്ചധികം ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സിമ്പിളാണ്. ഇവരുടെ ടാസ്ക് സെക്ഷനിൽ പോവുകയാണെങ്കിൽ റിവാർഡ് സെക്ഷനിൽ നമുക്ക് ടാസ്കുകൾ കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകൾ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇവരെ ട്വിറ്ററിലും അതുപോലെ തന്നെ ടെലഗ്രാമിലും ഒക്കെ ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മൾ ടാസ്കുകൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഡയമണ്ട്സ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതിൽ ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ മാക്സിമം ഏൺ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രത്തോളം ഡയമണ്ട്സ് കൂടുതൽ നിങ്ങൾ ഏൺ ചെയ്യുന്നോ അത്രത്തോളം എയർ ഡ്രോപ്പും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആരും ഇത് മിസ്സാക്കരുത്. കാരണം ഇത് ബൈനാൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതൊരു അപ്ഡേറ്റ് വന്നാലും നമ്മൾ നമ്മുടെ ടെലഗ്രാമിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാമിൽ കയറി കഴിഞ്ഞാൽ അവിടെ സെർച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഏത് എയർ ഡ്രോപ്പിനെ കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്തിട്ട് നമ്മളതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ന്യൂ ജോയിനേഴ്സ് ആ ഒരു സെർച്ച് എന്നുള്ള ഫീച്ചർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടെലഗ്രാമിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു എയർ ഡ്രോപ്പ് നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്കും ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എത്രത്തോളം ഡയമണ്ട്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നോ അത്രത്തോളം ഡയമണ്ട്സും ഏൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.